ഹലോ ഗൈസ്, ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ചലഞ്ച് വീഡിയോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആർക്കാരെങ്കിലും ജയിക്കുന്ന ഐസ്ക്രീം കിട്ടുക. കുഞ്ഞുവാർത്തി ഒന്നും ആർക്കും മനസ്സിലായി കാണത്തില്ലല്ലേ. അപ്പം ഞങ്ങളൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് തുടങ്ങാൻ നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പിംഗ് ആണ് അതിന്റെ പേര്. അപ്പം നമ്മൾ 3 പേരും, ഞാനും മോനും പിന്നെ ചേട്ടായും, ഞങ്ങൾ 3 പേരുടെ കൂടി ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതില് വിൻ ചെയ്യുന്ന ആളെന്നൊന്നുമില്ല. ഇപ്പൊ ചിലപ്പോൾ ബോട്ടിൽ ഇട്ടിട്ട് വീഴുന്ന ആൾക്ക് നമ്മൾ ഈ ലോട്ട് ഇടും. ഇത് കുറെ ഇവിടെയുള്ള ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഈ ലോട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോട്ടിട്ട് ഇതിനകത്ത് ചിലപ്പം നല്ല ഫുഡ് വരാം, അല്ലെങ്കിൽ പന്ന ഫുഡ് വരാം. പന്ന ഫുഡ് അങ്ങനെയല്ല, ചിലപ്പോൾ പണിയായിട്ടുള്ളതും അങ്ങനെയുള്ളത് വരാം. അപ്പൊ അതെന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. റൈസ് ഉണ്ട്, പിന്നെ ഓരോ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ബർഗർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മോൻ ഇതിനകത്തുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇതായിട്ടൊന്നും വെച്ചതേ ഉള്ളൂ. പിന്നെ ഒരു ഐസ്ക്രീം, പിന്നെ കേക്ക്, പിന്നെ ഇത് കുരുമുളക്, ഉപ്പ്, ഇഞ്ചി, പഞ്ചസാര. നമ്മൾ ഇപ്പോൾ വലിയ ഇതായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. വിജയിക്കുമെങ്കിൽ നമ്മൾ ഇനിയും ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളുമായിട്ട് വരും. ഇതൊന്നും ബെറ്റർ അല്ലെന്നല്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ കാണുമായിരിക്കും. ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ തുടങ്ങാൻ പോവാം. അപ്പം ചേട്ടൻ റെഡിമെന്റ് ഒത്തിരി സ്റ്റാർട്ട് പറഞ്ഞിട്ട് കുഞ്ഞിടാവേ. അമ്മ പറയാം. ഓക്കെ മാറിക്കോ. പറയപ്പെടുന്നു അച്ഛൻ്റെ പറയപ്പെടുന്നു. അങ്ങനല്ല, ഇങ്ങനൊക്കെ നടക്കും കേട്ടോ. അച്ഛൻ്റെ പറയപ്പെടുന്നു. അയ്യോ വീടില്ല. ബാക്കി തോന്നുന്നു, അച്ഛൻ്റെ ബാക്കി തോന്നുന്നു. അതിന്റെ കുഞ്ഞു തൊട്ടതായത് എന്ത് നോക്കട്ടെ. ചുമ്മാ ഉച്ചയായിട്ട് ഞങ്ങള് പ്രാക്ടീസ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ അത് മാറ്റാലോ. ലേസിന്റെ അല്ലേ അച്ഛനെ കൊടുക്കും. അച്ഛനായിരുന്നു അങ്ങനെ അല്ലടാ. ഇവിടെ ഇട്ടാ നമ്മളിടാ. മാറി നിന്നേ. അപ്പൊ നമുക്ക് ഐശ്വര്യാണ് അങ്ങോട്ട് തുടങ്ങുക. കുറച്ച് അത് കഴിഞ്ഞിട്ട് വന്നാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഓക്കെ, ഈ ഇഞ്ചി അങ്ങ് മാറ്റിക്കോ. ടേസ്റ്റ് അടിപൊളിയാ, നല്ല സാധനങ്ങളൊക്കെ. അല്ല കുഞ്ഞിന് വീണില്ല. ഇനി കുഞ്ഞ് ബാക്കി മഴക്ക് ഇനി അച്ഛൻ കുഞ്ഞിന് ബാക്കി വരാം. നമ്മുടെ പണിക്ക് വരാം. അത് വീടില്ല പോലെ വീട് നിർത്തിക്കുന്നത്. മോനെടു. മോനൊരെണ്ണം എടുക്ക്. മോനൊരെണ്ണം എടുക്ക്. അമ്മ തുറന്ന് നോക്കാം. മോനെ വായിക്കാൻ അറിയാമോ? അതൊന്ന് വായി. കുഞ്ഞൊന്ന് വായിക്കേ. ഓ കേക്ക്. ആഹാരം നിൽക്കുമ്പോഴാണ് അവിടെ കൈയടിക്കാൻ പോകുന്നത്. കഴിക്കാം. അല്ല കഴിച്ചോണ്ട് നിന്നു. അച്ഛന്റെ കയ്യിൽ അടി കൊടുക്കും. കഴിച്ചോ മോൻ? കഴിച്ചോണ്ട് നിന്നു. കട്ട് ചെയ്ത് പോയി. മോനെ കുഞ്ഞി ചാടില്ല, മണ്ട കയറും. ഞാനോർത്ത് വീണെന്ന്. മാറി നിൽക്കും. Oh my God.
പണിയൊന്നും കിട്ടിയില്ല. ഓക്കെ, നമ്മളോട്ട് ചെയ്തേ. പഞ്ചസാര. ഓ സൂപ്പർ. ഇനി പഞ്ചസാര ഇച്ചിരി തരത്തില്ല കേട്ടോ. ശകലേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കൊടുക്കത്തില്ല. ഓക്കെ, സൂപ്പർ. ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. അത് കണ്ട അയ്യോ കീറിയത് കണ്ട. ഞാൻ എടുക്കട്ടെ പറഞ്ഞോ. അയ്യോ അതിനെടുത്ത അമ്മയുടെ മോൻ വായിക്കാറുണ്ട്. ഇട്ടേക്കുന്നത് ഐസ്ക്രീമാണ്, പക്ഷെ അതിപ്പോ എനിക്ക് കഴിക്കാനൊക്കത്തില്ല. ഇവിടെ യുദ്ധം നടക്കും. അതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പിന്നെ മോന് കൊടുക്കുന്നേ. ആ കുഞ്ഞിനാണ് ഐസ്ക്രീം കിട്ടിയിരിക്കുന്നത്. എടാ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് പോയി കഴിക്കാടാ. അതിനൊന്നും സമയമില്ല, എങ്ങനെയും കഴിക്കണം. ഈ ലോട്ടിന് 4 കൂടെ ഉള്ളൂ, അത് തീർന്നേ ഉള്ളൂ ചാലഞ്ച്. ഓക്കെ, അത് വരുന്നില്ലേ? ഇനിയിപ്പം വരത്തില്ല. സന്തോഷിക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് പണിയുണ്ട്. പിന്നെ ചെയ്യിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ തന്നെ ഇട്ട് ഞാൻ കുരുമുളക് പൊടിയായിട്ട് വലിയ എരിവില്ല. അങ്ങനല്ല, നല്ല എരിവുണ്ട്. അത് ഞാൻ മാറ്റിയായിരുന്നു. കുരുമുളക് മാറ്റിയില്ല ചേട്ടാ. നമ്മൾ അന്നേരം വീഴുന്ന അന്നേരം നമ്മളങ്ങ് മാറ്റുവേ. എനിക്കിത് വീഴുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ രാവിലെ തൊട്ട് പ്രാക്ടീസ് ആയിരുന്നു. ഉള്ള പണിയൊന്നും നിനക്ക് കിട്ടും കേട്ടോ. പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ തന്നെ ലോട്ടിട്ട് ഞാൻ തന്നെ എടുക്കുവാ. ഇതെന്താ ഇങ്ങനെ? ഓ ബർഗർ. എനിക്ക് തിന്നാനൊക്കത്തില്ല. അതും നേരെ ഇതേ വേണം. കഴിച്ചിട്ടെ മോനോട് വെച്ചോ. ബർഗർ ഞാൻ മാറ്റിയോ? ഇപ്പൊ നല്ല ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കഴിക്കാനൊക്കത്തില്ല. അടുത്ത ചേട്ടൻ ഇല്ലില്ല, ഒരെണ്ണത്തിനകത്ത് നല്ല ഫുഡുണ്ട്. ഇനിയിപ്പോ ഒരു ലോട്ട് കൂടെ ഉള്ളു. അപ്പം അത് നമ്മൾ ഇടുക. അതും നേരെ അങ്ങോട്ട് പോത്തേ ഉള്ളൂ. അങ്ങോട്ട് കൊടുത്തേനെ. എന്തിനാ വെറുതെ? ഇനിയിപ്പം ലോട്ട് ഇടണം. നമുക്ക് അതെന്താന്ന് വായിക്കാം. ഓ ശരിയാ. സോറി. ഇനിയിപ്പോ ഞാനല്ലേ? ഇനി ഉള്ളത് പണിയാണ്, അതെനിക്കറിയാം. അല്ല, ഇനിയുള്ള പണി അല്ലടി. ഇനിയുള്ളത് പണിയാ. അല്ലെന്ന് ആ ഒരു ഐറ്റം നമ്മൾ എഴുതില്ല. ഈ മനപ്പൂർവ്വം ഇടാത്തത്. അല്ല, അത് വീഴുന്നില്ല. വീഴുന്നില്ല. എന്താ പിന്നെ വീണിട്ട് കാര്യമില്ല. കിട്ടിയ നല്ല ഫുഡ് മൊത്തം അങ്ങനെ എടുത്ത്. പിന്നെ നമ്മളിങ്ങനെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഉപ്പ് കഴിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് BP ലോ ആവുന്നുണ്ട്. ഉപ്പൊക്കെ വളരെ നിസ്സാരമായിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പരിമിതികൾ കാണും, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പരിമിതികൾ കാണും, എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളെ കൊണ്ടൊക്കെ ആവുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.